പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുന്നത് അത്ര മഹാപരാധമൊന്നുമല്ല ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിപ്ലവമൊന്നുമല്ലോ. ഒന്നുമില്ല. പാർലമെന്ററി അല്ല മന്ത്രിയാവാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് മഹാപരാധമൊന്നുമല്ല. ഒന്നുമല്ല രാഷ്ട്രീയത്തിൽ. ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോ മന്ത്രിയാവാൻ ആഗ്രഹിക്കുക എന്നത് മഹാപരാധമല്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഒരു പാർട്ടിയുടെ കാര്യത്തിലും ഒരു പാർട്ടിയുടെ കാര്യത്തിലും ഈ CPM-നെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ശൈലി എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ആ ശൈലി എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ജീവിക്കുക എന്നതാണ്. ഇവർ തന്നെ എപ്പോഴും പറയാറുള്ളത് ഈ ജലത്തിൽ മീൻ എന്ന പോലെയാകണം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രവർത്തിക്കേണ്ടതെന്നാണ്, അല്ലാതെ അധികാരമൊന്നുമല്ല അതിൻ്റെ പ്രധാന ഘടകമെന്നാണ്. അതുകൊണ്ടാണല്ലോ നേരത്തെ മുതൽ തന്നെ ഈ പലപ്പോഴും സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ളവർ, ജില്ലാ സെക്രട്ടറിമാരായിട്ടുള്ളവരൊന്നും മത്സര രംഗത്ത് വരാതിരുന്നത്. പിന്നീട് അങ്ങനെ മത്സര രംഗത്തേക്ക് വരേണ്ടത് അനിവാര്യമാണെങ്കിൽ ഇപ്പോൾ തന്നെ നോക്കൂ, എത്ര ജില്ലാ സെക്രട്ടറിമാർ CPIM-ന്റെ മത്സര രംഗത്തുണ്ട് എന്ന കാര്യം നോക്കൂ. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മത്സരിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ TK ഗോവിന്ദനുള്ള ആരോപണം നമ്മൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ അതേസമയം മറുവശത്ത് നോക്കൂ, KPCC പ്രസിഡന്റ് മുതൽ മത്സര രംഗത്താണ്. അത് ഹാഷ്മി പറഞ്ഞ അതേ ശൈലി പിന്തുടരുന്നവരാണ്. അത് മഹാപരാധമല്ല, മഹാഭാഗ്യമെന്ന് കരുതുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഒരു ജനപ്രതിനിധി ആവണം, ഒരു മന്ത്രി ആവണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു പാർട്ടിയിൽ ഇപ്പോൾ മഹാപരാധമൊന്നുമല്ല. സ്കേൻ പോട്ടെ, നേരത്തെ സുഹൈൽ പറഞ്ഞു TP ചന്ദ്രശേഖരനെ പോലെ അല്ല അജി സുധാകർ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു താരതമ്യമില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഒരാളിപ്പോൾ അമ്പലപ്പുഴ സ്ഥാനാർത്ഥിയാണ്, ഒരാൾ രക്തസാക്ഷി ഓർമ്മയാണ്. ഞാനത് പറയാനുള്ള കാരണം എന്താണ്, ഞാൻ അത് പറയാനുള്ള കാരണം എത്രത്തോളം ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ അതാ പറഞ്ഞത്, അപ്പോഴും താരതമ്യമില്ല. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, അപ്പോൾ ഇടപെടല്ലേ. അത് ഞാൻ പറയാനുള്ള കാരണം എത്രത്തോളം CPM-ന്റെ ഹൃദയത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നവർ പുറത്തു പോകുന്നു അത്രത്തോളം എന്താണ് പ്രതികരണത്തിന് മൂർച്ച കൂടും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ശത്രു എന്ന് പറഞ്ഞാൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം മുഖ്യമന്ത്രി പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ആലോചിക്കുന്നത് എന്താണ്, നോർമൽ രീതിയിൽ ആലോചിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ വിടുക എന്നുള്ളതാണല്ലോ. മരിച്ചു കഴിഞ്ഞ് ചോദിക്കുമ്പോൾ കുലംകുത്തി തന്നെ എന്ന് ആവർത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അപ്പോഴും ആ വൈരം തീരുന്നില്ല എന്നുള്ളതാണല്ലോ അർത്ഥം. ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് അതാണ്. പിന്നെ ജി സുധാകരൻ ജി സുധാകരൻ എന്ത് പാർലമെന്ററി വ്യാമോഹം എന്നാണ്? അദ്ദേഹം എത്ര തവണ മത്സരിച്ചു, അദ്ദേഹം എത്ര തവണ MLA ആയി, അദ്ദേഹം എത്ര തവണ ആ പാർട്ടിയിൽ നിറഞ്ഞു. അവിടെ സംഭവിച്ചെന്താണ്? അവിടെ സംഭവിച്ചത് 10-20 വർഷക്കാലം ആ പാർട്ടിയിൽ സ്കൂൾ കാലം മുതൽ തുടങ്ങി എന്താണ് ആ പാർട്ടിയുടെ നട്ടല്ലായി ജീവശ്വാസമായി ആ ജില്ലയിൽ നിന്നൊരാൾ പെട്ടെന്നൊരാൾ പ്രായാധിക്യം പറയുന്നു, ഇവിടെ സ്ഥാനാർത്ഥിയില്ല പോട്ടെ, അതിൽ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു, അദ്ദേഹം വീട്ടിലിരിക്കുന്നു, സ്വന്തം വീട്ടിന് മുറ്റത്ത് നടക്കുന്ന പുന്നപ്രവലാറിന്റെ പരിപാടിക്ക് അദ്ദേഹത്തെ വിളിക്കാതിരിക്കുന്നു, അങ്ങനെ എല്ലാ പരിപാടിക്കും ഒഴിവാക്കുന്നു. സ്വാഭാവികം വൈകാരിക പ്രശ്നം ഉണ്ടാവില്ലേ? അദ്ദേഹത്തിന് പ്രായം കൂടി പരിഗണിക്കണ്ടേ? അത്രയും വൈകാരിക പ്രശ്നം ഉണ്ടാകുമ്പോൾ ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിച്ചില്ല എന്ന വൈകാരിക പ്രശ്നം തന്നെയാണ്. പിന്നെ മത്സരിക്കുന്നത് എപ്പോഴും പാർലമെന്ററി വ്യാമോഹം കൊണ്ട് മാത്രമല്ല, പ്രതിഷേധം എന്ന നിലയ്ക്ക് മത്സരിക്കുന്നവരുണ്ട്. ആ മത്സരം ഒരു പ്രതിഷേധ മാർഗമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.